മുതിർന്ന രാഷ്ട്രീയ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന കെ.പി. ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം കണ്ട സമാനതകളില്ലാത്ത പാർലമെന്റേറിയനെയാണ് ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ രാജ്യത്തിലെ തന്നെ ശക്തനായ വക്താവിനെയാണ് നമുക്ക് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചിരുന്നു. പത്രപ്രവർത്തനത്തിലെ മൂർച്ചയേറിയ നിരീക്ഷണങ്ങൾ പിന്നീട് പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും പ്രകടമായിരുന്നു. 1971 മുതൽ 1996 വരെ തുടർച്ചയായ 6 തവണ വടകര മണ്ഡലത്തെ അദ്ദേഹം ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു. 25 വർഷം നീണ്ട ആ പാർലമെന്ററി ജീവിതം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. 1980 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായാണ് അദ്ദേഹം വടകരയിൽ നിന്ന് വിജയിച്ചു വന്നത്. ഇടതുപക്ഷ മൂല്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയ അദ്ദേഹം മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. വി.പി. സിംഗ് മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഷിപ്പിംഗ്, ഉപരിതല ഗതാഗത വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ദേശീയപാതകളുടെ വികസനത്തിലും ഷിപ്പിംഗ് രംഗത്തും വിപ്ലവകരമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബോഫേഴ്സ് തോക്ക് ഇടപാട് പോലുള്ള വലിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ല. പാർലമെന്റിനകത്തും പുറത്തും അഴിമതിക്കെതിരെ അദ്ദേഹം ധീരമായ നിലപാടുകൾ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിലെ പല പദ്ധതികളും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. കോൺഗ്രസിനുള്ളിൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം എക്കാലവും ശ്രമിച്ചു.